നമ്മുടെ ഈ നോട്ടുകളിലൊക്കെ ഈ ഗാന്ധിജിയുടെ ഈ പടം വരാൻ തുടങ്ങിയിട്ട് എത്ര വർഷമാവും? ഇനി എത്ര വർഷം ഈ പടം ഇതുപോലെ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ചില ആളുകളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് നമ്മൾ ഈ നോട്ട്, അതായത് ഇന്ത്യൻ കറൻസി അടിക്കാൻ തുടങ്ങിയ കാലം മുതലേ ഈ ഒരു മനുഷ്യന്റെ ഫോട്ടോ ഇതിൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ചില ആളുകളുടെ ഉള്ളിലുള്ള ഒരു ധാരണ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കറൻസി നിലനിൽക്കുന്നിടത്തോളം കാലം ഈ മനുഷ്യന്റെ ഫോട്ടോ അല്ലാതെ മറ്റൊരു ഫോട്ടോയും പ്രിന്റ് ചെയ്യുന്നതിനോട് അവർക്ക് താല്പര്യമില്ല എന്നാണ് പല ആളുകളുടെയും സോഷ്യൽ മീഡിയ കമന്റുകൾ വഴിയും സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചേട്ടാ. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നോട്ട് അച്ചടിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഈ ഒരു മനുഷ്യന്റെ ഫോട്ടോ അല്ല ഈ നോട്ടുകളിൽ അച്ചടിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇനി ഈ നോട്ട് എത്ര കാലം പ്രിന്റ് ചെയ്യുമോ അത്രയും കാലം ഈ ഒരു മനുഷ്യന്റെ ഫോട്ടോ തന്നെ വെച്ച് പ്രിന്റ് ചെയ്യണം എന്നുള്ള യാതൊരു ഭരണഘടനാ റൂളും ഇന്ന് ഈ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നില്ല. ഈ ഒരു മനുഷ്യന്റെ ഫോട്ടോ വെച്ച് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റു ആളുകളുടെ ഫോട്ടോ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മനുഷ്യന്റെ ഫോട്ടോ തന്നെ ഈ നമ്മുടെ നോട്ട് നിലനിൽക്കുന്ന കാലത്തോളം ഈ ഒരു മനുഷ്യന്റെ ഫോട്ടോ തന്നെ പ്രിന്റ് ചെയ്യണം എന്നുള്ളൊരു പിടിവാശിയും എനിക്കില്ല കേട്ടോ. കാരണം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് ധീരദേശാഭിമാനികളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ ഒരു മനുഷ്യന്റെ ഫോട്ടോ മാത്രം വെച്ച് ജീവിതാവസാനം വരെ അല്ലെങ്കിൽ നോട്ട് നിലനിൽക്കുന്ന കാലത്തോളം പ്രിന്റ് ചെയ്യണം എന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. നമ്മുടെ ഈ ഗാന്ധിജിയെക്കാളും യോഗ്യരായിട്ടുള്ള ഒരുപാട് ധീരദേശാഭിമാനികളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം, അല്ലേ? നമുക്ക് സുഭാഷ് ചന്ദ്ര ബോസിന്റെ ഫോട്ടോ പ്രിന്റ് ചെയ്യാം, അതുപോലെ തന്നെ അംബേദ്കറുടെ ഫോട്ടോ പ്രിന്റ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഭഗത് സിംഗിന്റെ ഫോട്ടോ പ്രിന്റ് ചെയ്യാം, അതുപോലെ തന്നെ ആയിരക്കണക്കിന് ധീരദേശാഭിമാനികളുടെ ഫോട്ടോ പ്രിന്റ് ചെയ്യാനുള്ള യോഗ്യത ഈ നോട്ടിനുണ്ട്. ഇതല്ലാതെ ഈ ഒരു മനുഷ്യനെ വെച്ച് മാത്രമേ ഈ നോട്ട് പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു തിട്ടൂരമൊന്നും ആരും ഇറക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം കൊണ്ടുവന്നത് BJP ആയതുകൊണ്ട് അവരിതിനെ മാറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല, മാറ്റുകയാണെങ്കിൽ നല്ല കാര്യം. ഞാൻ അതിനോട് യോജിക്കുന്നു. കാരണം അത് മാറ്റിയിട്ട് ഇപ്പൊ ഇവര് BJP പറയുന്നു, അല്ലെങ്കിൽ BJP പറ്റി മറ്റുള്ളവർ പറയുന്ന പോലെ ഭാരതാംബയൊന്നും ചെയ്യാനായിട്ട് അവർ പോകുന്നില്ല. അവർ ഏതെങ്കിലും ധീരദേശാഭിമാനികളുടെ ഫോട്ടോ തന്നെയായിരിക്കും പ്രിന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നല്ല കാര്യം, അവർ പ്രിന്റ് ചെയ്യട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എനിക്ക് ഈ മനുഷ്യനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ മനുഷ്യനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം എനിക്ക് അംബേദ്കറിനോടുണ്ട്. എനിക്കെന്നല്ല, അംബേദ്കറിനെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു മനുഷ്യൻ എത്രത്തോളം നമ്മുടെ രാജ്യത്തിനോട് എത്രത്തോളം ഇയാൾക്ക് കടമയും എന്താണ് പറയുന്നത് കർത്തവ്യബോധവും അതുപോലെ തന്നെ സ്നേഹവും ഒക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ പുസ്തകമല്ല വായിക്കേണ്ടത്, അംബേദ്കറുടെ പുസ്തകം വായിച്ചോണം കേട്ടോ. അംബേദ്കറിന്റെ പുസ്തകങ്ങൾ വായിച്ചു നോക്കി അംബേദ്കറിനെയൊക്കെ മനസ്സിലാകുമ്പോഴത്തേക്ക് നമ്മൾ അംബേദ്കറിനെ കൂടുതൽ ആഴമായിട്ട് പഠിക്കുന്ന സമയത്ത് ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി എത്രത്തോളം നമ്മുടെ ദേശത്തെ സ്നേഹിച്ചിരുന്നുവെന്നും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടൊക്കെ എന്തുമാത്രം പോരാടിയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അംബേദ്കറിനെ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും. സോ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മനുഷ്യന്റെ ഫോട്ടോ തന്നെ ഈ നോട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം പ്രിന്റ് ചെയ്യണം എന്നുള്ള യാതൊരു പിടിവാശിയും എനിക്കില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ഒരുപാട് ആളുകളെ കൂടി പ്രിന്റ് ചെയ്യണം.